ഹായ്, ഇന്നൊരു ചെറിയ ക്രാഫ്റ്റ് വർക്കാണ്. അതിന് വേണ്ട ത്രെഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പിലാണ് പോയത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇത്തിരി കട്ടിയുള്ളൊരു ത്രെഡായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച് ചെന്ന സംഭവം അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ കിട്ടിയത് ഡബിൾ ഷെയ്ഡിലുള്ള ഈ ഒരു ത്രെഡാണ്. ഇതിനും അത്ര കട്ടിയൊന്നുമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം, അത്യാവശ്യം ഓക്കെയാണ്. അപ്പോൾ അത് വാങ്ങി. വാച്ച് വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഒരു പാക്ക് ചെയ്ത് തന്നെ ഒരു സംഭവം ഉണ്ടല്ലോ ഇത്. അപ്പോൾ ഇത് ഞാൻ എടുത്ത് വെച്ചിരുന്നേ. ഇതിൽ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് അത് ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാമെന്നൊക്കെയാണ് വിചാരിച്ചേക്കണത്. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 2 ത്രെഡാണ് ഞാൻ അവിടെ നിന്ന് സെലക്ട് ചെയ്തത്. 2 കളറാണ്. പിന്നെ ഒരു ഗ്ലൂ വാങ്ങിച്ചിട്ടുണ്ട്. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ബെറ്ററാണ്. നമ്മൾ പിന്നെ എപ്പോഴും ക്രാഫ്റ്റൊന്നും ചെയ്യാത്തതുകൊണ്ട് അതില്ല. അപ്പോൾ ഗ്ലൂ വെച്ച് ചെയ്യാം. എനിക്കിതിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. ഞാൻ കോവിഡിൻ്റെ ടൈമിലൊക്കെ കുറേ ക്രാഫ്റ്റ് വർക്ക്, അന്നൊക്കെ കുപ്പിയിലൊക്കെ കുറേ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ചുമ്മാ സ്റ്റാറ്റസൊക്കെ ഇടുമായിരുന്നു. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ, ഇത് ഇങ്ങനെ ചാനലാക്കിയിട്ട് ഇടാൻ പാടില്ലായിരുന്നു എന്നൊക്കെ. അന്നൊന്നും എനിക്കിതിൻ്റെ ABCD അറിയില്ലായിരുന്നു. പിന്നെയാണ് ഇങ്ങനെ ഒരു ഐഡിയ ഒക്കെ തോന്നിയത്. അപ്പോൾ ഈ ഒരു ഇത് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇതൊന്ന് ക്രാഫ്റ്റ് ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഇത് ഗ്ലൂ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ടത് താഴേന്ന് ഇങ്ങനെ ഒട്ടിച്ച് തുടങ്ങാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കണത്. മേളിൽ ആരോ ഇത്തിരി കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 2 നൂലും കൂടി ഗ്ലൂ ഒന്ന് പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് ഒട്ടിച്ച് തുടങ്ങാം. ഒരെണ്ണം തീർന്നിട്ട് അടുത്തത് അങ്ങനെയല്ല, 2ഉം കൂടി ഒരുമിച്ച് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ അത് ഇവിടെ ഒന്ന് റൗണ്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് പിന്നെ റൗണ്ട് ചെയ്തെടുക്കാം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഗ്ലൂ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് ആ ത്രെഡ് ഒട്ടിച്ച് കൊടുക്കാം. അത് ഒട്ടാൻ ഇത്തിരി പ്രയാസമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ത്രെഡ് ആയതുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് പിടിക്കണം. കയ്യിലാകാതെ പേപ്പർ വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ അത് പൊട്ടൂല. അതെ, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഒരു റൗണ്ടൊന്ന് ചുറ്റിയിട്ട് ആ ഗ്ലൂ തേച്ചോടത്ത് തന്നെ കൊണ്ടുവന്നിട്ട് ഒന്നുകൂടിയും അവിടെയും ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെ ചുറ്റിയെടുക്കാം, അല്ലെങ്കിൽ പിന്നെ അത് ചിലപ്പോൾ വിട്ടിങ്ങനെ പോരും. അപ്പോൾ അവിടെയും നന്നായിട്ടൊന്ന് ഗ്ലൂ തേച്ച് ഒട്ടിച്ചിട്ട് പിന്നെ ഇനി റൗണ്ട് ചെയ്തൊന്ന് എടുക്കാം. ഇതിനി ഫുള്ള് റൗണ്ട് ചെയ്തെടുക്കുന്നതൊന്നും ഞാൻ എടുക്കണില്ല കേട്ടോ, അത് നിങ്ങളെ ബോറടിപ്പിക്കലാകും. അതുകൊണ്ട് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നതും പിന്നെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കണുള്ളൂ. അപ്പോൾ അതേ, പിന്നെ ഞാൻ ഗ്ലൂ ഒന്നും യൂസ് ചെയ്തില്ല കേട്ടോ, റൗണ്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് അവിടെ ഒന്ന് ഗ്ലൂ വെച്ച് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ കുറച്ച് സൈഡിൽ മാത്രമാണ് ഗ്ലൂ തേക്കാൻ പറ്റുള്ളൂ. ബാക്കി കീറിയിരിക്കണോണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ ഒരു 2 ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ചുറ്റി വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ ഗ്ലൂ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്, അത് വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടിയും നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം അവിടെ. അപ്പോൾ അത് നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ പോട്ടിൻ്റെ കാര്യം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പുറത്തൊന്നുകൂടി കുറച്ച് തേച്ച് കൊടുത്തതാണ് ഗ്ലൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ത്രെഡിൽ ഇത് പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഈ ഗ്ലൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ താഴെ മെറ്റൽ പോലത്തെ ഒരു സംഭവമുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ പേപ്പർ പോലെയാണല്ലോ. അപ്പോൾ നമുക്ക് പ്ലാന്റ് വെക്കണമെങ്കിൽ അതിലിനി എന്തെങ്കിലും സെറ്റ് ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അതിന് കറക്റ്റ് സ്യൂട്ടാണ് എന്തെങ്കിലും. ഞാൻ വിചാരിച്ചത് ഒരു ബോട്ടിൽ കട്ട് ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് കിച്ചണിൽ ഒരു കപ്പ് പൊട്ടിയതുണ്ടായത്.
അത് കറക്റ്റ് സ്യൂട്ടായിരുന്നു. അപ്പോൾ അത് എന്നാൽ അതിൻ്റെ അകത്ത് വെച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ച്. ഇതേ കണ്ടോ, കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. എന്തൊരു ഭംഗിയാന്ന് ഞാൻ തന്നെ എടുത്തിട്ട് ഇങ്ങനെ പറയണ്ട, എന്നെ സ്വയം പുകഴ്ത്തേന്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പ്ലാന്റ് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു ബോട്ടിലിൽ കുറച്ച് വെള്ളം എടുത്ത് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു പ്ലാന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മണി പ്ലാന്റാണ് ഞാൻ ഇതിൽ വെക്കാമെന്ന് വിചാരിച്ചേക്കണത്. ഒരു 3 ടൈപ്പ് മണി പ്ലാന്റ് ഉണ്ട് എൻ്റെ അടുത്ത്. പക്ഷേ ഇതാണ് കുറച്ച് ഗ്രീൻ കളറൊക്കെ ആയിട്ട്, അതായത് ഡാർക്ക് ഗ്രീൻ, പിന്നെ ഉള്ളത് ലൈറ്റ് ഗ്രീനും ഒരു വൈറ്റും ഗ്രീനും കൂടിയുള്ളതാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ മണി പ്ലാന്റാണ്. അപ്പോൾ ഇത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒന്ന് തിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു 2 ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, മണി പ്ലാന്റ്. അതിൻ്റെ ആ വേരുള്ള സംഭവത്തോടു കൂടിയാണ് കട്ട് ചെയ്തത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതേ സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ഇൻഡോർ പ്ലാന്റായിട്ട് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി പോട്ടും പ്ലാന്റും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ വെക്കാം. ഇവിടെ വെക്കാൻ പറ്റില്ല കേട്ടോ. ഇത് ഞാൻ ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്തതാണ്. അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ മേളിലായിട്ട് നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ആ കപ്പൊന്നും കാണൂല. ടേബിളിൽ വെക്കുമ്പോൾ കപ്പിൻ്റെ ആ മുകൾ ഭാഗം കുറച്ച് കാണും. ഇങ്ങനെ കുറച്ച് ഹൈറ്റിൽ വെക്കുകയാണെങ്കിൽ ആ കപ്പിൻ്റെ ഇത് കാണൂല. അല്ലെങ്കിൽ വിൻഡോ സൈഡിൽ ഇങ്ങനെ വെക്കാം. ഇൻഡോർ പ്ലാന്റ് ആകുമ്പോൾ നമ്മൾ കുറച്ചധികം കെയറിങ് കൊടുക്കണം കേട്ടോ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധ വേണം അതിൽ. പിന്നെ ഇത് ഞാൻ സെറ്റ് ചെയ്തത് ഞങ്ങളുടെ TV സ്റ്റാൻഡിൽ, സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ ആ സ്റ്റാൻഡിലാണ്. അപ്പോൾ ഇതാവുമ്പോൾ കുറച്ച് അത്യാവശ്യം ഹൈറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങളും ഇങ്ങനെ ക്രാഫ്റ്റ് വർക്കൊക്കെ ഇഷ്ടപ്പെടുന്നവരാണോ? എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ചെയ്ത ഈ വർക്കും എൻ്റെ വീഡിയോയും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.